അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വീഴ്ചയിൽ മുൻ മന്ത്രി ജി സുധാകരനെതിരെ പാർട്ടിയുടെ അച്ചടക്ക നടപടി വന്നിരിക്കുകയാണ്. ജി സുധാകരനെ പരസ്യമായി ശാസിക്കാനുള്ള CPIഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു, അന്വേഷണ കമ്മീഷന് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CPIഎം സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഈ വിഷയത്തിൽ തീരുമാനമെടുത്തത്. ഇപ്പോൾ ജി സുധാകരൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അച്ചടക്ക നടപടിയിലേക്ക് എത്തിച്ച സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. ആദ്യം ഈ അച്ചടക്ക നടപടിയുടെ പശ്ചാത്തലത്തിൽ അമ്പലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി H സലാമിന്റെ ഭൂരിപക്ഷം പകുതി മാത്രമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് അവിടേക്ക് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ എത്തുന്നതും എങ്ങനെയാണ് ഈ ഭൂരിപക്ഷം കുറഞ്ഞത് എന്ന് പരിശോധിക്കുന്നതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ കണ്ടെത്തലുകളും നടപടിയും എന്നോർക്കുക. ജി സുധാകരൻ സഹകരിച്ചില്ല എന്ന് ആ ഘട്ടത്തിൽ തന്നെ H സലാം അമ്പലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി തന്നെ ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. ഒപ്പം H സലാമിനെ SDPI-കാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടായെന്നും ഈ ശ്രമങ്ങൾക്ക് ജി സുധാകരൻ കൂട്ടുനിന്നു എന്നുള്ള തരത്തിലും ആരോപണങ്ങൾ ഉയർന്നു. പരാതിയിൽ അന്വേഷണം നടത്താൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 അംഗ കമ്മീഷനെ രൂപീകരിക്കുകയായിരുന്നു CPIഎം. ഈ അന്വേഷണ കമ്മീഷനിൽ ആരൊക്കെയാണെന്ന് കൂടി ഓർക്കുക. CPIഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, അദ്ദേഹം രാജ്യസഭാംഗം കൂടിയാണ്. ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ്, ഇവർ രണ്ടുപേരുമായിരുന്നു അന്വേഷണ കമ്മീഷൻ. അവിടെ എത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ കണ്ടെത്തലുകൾ പുറത്തു വന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ജി സുധാകരൻ വീഴ്ച വരുത്തിയെന്നായിരുന്നു ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് സംസ്ഥാന കമ്മിറ്റിക്ക് മുൻപാകെ വെച്ചത്. ജി സുധാകരന് ഒടുവിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ പരസ്യ ശാസ്ത്ര നൽകാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നു. അതാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ. പാർട്ടി അച്ചടക്ക നടപടിയിൽ പ്രതികരിക്കാതെ ജി സുധാകരൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയില്ല. സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം AKG സെന്ററിൽ നിന്ന് പുറത്തിറങ്ങിയ ജി സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങുകയായിരുന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം, ജി സുധാകരൻ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. തനേഷ് തമ്പിയാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. തനേഷ്, ഇപ്പോൾ ലഭ്യമാകുന്ന പുതിയ വിവരം, അദ്ദേഹം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന തരത്തിലായിരുന്നു. ഈ ചർച്ച, കമ്മീഷൻ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ എന്തായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം കമ്മിറ്റിയിൽ? അദ്ദേഹം ഏത് തരത്തിലാണ് നിലപാടെടുത്തത് കമ്മിറ്റിയിൽ? ഉന്മേഷ്, ജി സുധാകരനെതിരെയുള്ള നടപടി CPIഎം പരസ്യമാക്കിയിരിക്കുന്നു. വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതിൽ സൂചിപ്പിക്കുന്നത് അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും പിന്നീട് നടന്ന പ്രചരണവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സമിതി അംഗത്തിന് യോജിക്കാത്ത നിലയിലുള്ള പ്രവർത്തനം ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് സംസ്ഥാന സമിതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റ് തിരുത്തുന്നതിനായി അദ്ദേഹത്തെ പരസ്യമായി ശാസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ പരസ്യ ശാസന ഏകകണ്ഠമായി സംസ്ഥാന സമിതി കൈക്കൊള്ളുന്നു. 2 റിപ്പോർട്ടുകളാണ് സംസ്ഥാന സമിതിക്ക് മുന്നിലുണ്ടായിരുന്നത്. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ എളമരം കരീമും KJ തോമസും തയ്യാറാക്കിയ റിപ്പോർട്ട്, ഒപ്പം തന്നെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. ഈ 2 റിപ്പോർട്ടിലും ജി സുധാകരൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരുന്നു. 3 തരത്തിലാണ് അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ വ്യാഖ്യാനിച്ചിരുന്നത്. ഒന്ന്, ജി സുധാകരൻ പ്രചരണ രംഗത്ത് തീരെ സജീവമായിരുന്നില്ല. 2, അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന H സലാമിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക്, വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാനോ അതിനെ പ്രതിരോധിക്കാനോ ജി സുധാകരൻ മുന്നിലുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നതിൽ ജി സുധാകരൻ ഒഴിഞ്ഞു നിന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിരുന്നത്. ഏതായാലും ജി സുധാകരന് വീഴ്ച പറ്റി എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടി വേണമെന്ന ശുപാർശ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പിന്നീട് ചേർന്ന സംസ്ഥാന സമിതി യോഗമാണ് നടപടി എടുക്കാനുള്ള തീരുമാനമെടുത്തത്. ഈ ഘട്ടത്തിൽ ജി സുധാകരൻ സംസാരിച്ചു. അദ്ദേഹം തന്റെ ഭാഗം വിശദീകരിച്ചു. നേരത്തെ എടുത്ത അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ അദ്ദേഹം തുടരുകയായിരുന്നു. അതായത് തനിക്ക് വീഴ്ച പറ്റിയിട്ടില്ല. അമ്പലപ്പുഴയിൽ വോട്ടുകൾ കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തൊട്ടടുത്ത മണ്ഡലമായ ആലപ്പുഴയിൽ വോട്ടുകൾ കുറഞ്ഞു. എന്നിട്ടും തനിക്കെതിരെ എന്തുകൊണ്ട് അച്ചടക്ക നടപടി എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. അതിനുശേഷം അദ്ദേഹം ഒട്ടും തൃപ്തനല്ലായിരുന്നു. AK സെന്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മറ്റ് സംസ്ഥാന സമിതി അംഗങ്ങളെല്ലാം പോയതിനു ശേഷമാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. ആ ഘട്ടത്തിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചു. എന്നാൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ക്ഷുഭിതനാവുകയും മൈക്കുകൾ തട്ടിമാറ്റി മുന്നോട്ട് പോവുകയുമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹം ക്ലിഫ് ഹൗസിലാണ്. ക്ലിഫ് ഹൗസിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ തന്റെ അതൃപ്തി അദ്ദേഹം മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയെ അറിയിക്കും എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിലേക്ക് തന്നെ മടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ജി സുധാകരൻ പരസ്യമായി പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇന്ന് ആ പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. ഒരുപക്ഷെ നാളെ ആലപ്പുഴയിൽ എത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് പ്രതികരിക്കാനുണ്ടെങ്കിൽ പ്രതികരിക്കുക. അതേസമയം അകത്ത് തന്റെ പ്രതിഷേധം അറിയിക്കുകയും പുറത്ത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരായി പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു സമീപനം അദ്ദേഹം സ്വീകരിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും ജി സുധാകരനെതിരെ അച്ചടക്ക നടപടി വന്നിരിക്കുന്നു. CPIM-ന്റെ അച്ചടക്ക നടപടികളുടെ ഘടനയിലെ മൂന്നാമത്തെ അച്ചടക്ക നടപടിയാണ് പരസ്യശാസനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പാർട്ടിക്കുള്ളിലെ ഒരു ശാസനയോ അല്ലെങ്കിൽ ഒരു താക്കീതോ ആയിരുന്നു. അത് പാർട്ടിക്ക് പുറത്ത് പരസ്യമായി പറയില്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരുപടി കൂടി കടന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇതിന് മുകളിൽ 2 അച്ചടക്ക നടപടികളാണുള്ളത്. ഒന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, ഒന്ന് അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യുക. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അച്ചടക്ക നടപടി അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ച് പരസ്യമാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത കുറ്റം അതീവ ഗൗരവമുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് CPIM കാണുന്നത്. നേരത്തെ മറ്റ് പല ജില്ലകളിലും ജില്ലാ തലത്തിലുള്ള നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒപ്പം എറണാകുളത്തുമൊക്കെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നേരിടേണ്ടി വന്നില്ല എന്നുള്ള കാര്യത്തിൽ ജി സുധാകരനെ ആശ്വസിക്കാം. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ കോപം അടങ്ങുന്നില്ല. അദ്ദേഹം വളരെ ക്ഷുഭിതനായി തന്നെയാണ് പോയിരിക്കുന്നത്. അദ്ദേഹം ഇത് പുറത്ത് അംഗീകരിച്ചാലും അത് ഉള്ളിൽ അതിനകത്ത് ശക്തമായ വിയോജിപ്പ് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും ജി സുധാകരനെതിരെ പാർട്ടിയുടെ പരസ്യ ശാസന. അദ്ദേഹം ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പരസ്യ പ്രതികരണം നടത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. MG സർവകലാശാലയിലെ ജാതി വിവേചന പരാതിയിൽ ആരോപണ വിധേയനായ നന്ദകുമാർ കളരിക്കലിനെ നാനോ സെന്റർ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കി. വൈസ് ചാൻസലർ സാബു തോമസ് ചുമതലയേറ്റെടുത്തു. ഗവേഷകർ ഉന്നയിച്ച പരാതികൾ പരിശോധിക്കാൻ 4-അംഗ സമിതിയെയും ഗവേഷണ പുരോഗതി വിലയിരുത്താൻ 6-അംഗ സമിതിയെയും നിയോഗിച്ചു. സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ച് ഗവേഷക നന്ദകുമാറിനെ പിരിച്ചുവിടണമെന്നും സാബു തോമസിനെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. തുടർ ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതിന് പിന്നാലെ നന്ദകുമാർ കളരിക്കലിനെ നാനോ സെന്റർ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് വിദ്യാർത്ഥിനി നിരാഹാര സമരം തുടർന്നുവന്നത്. ഇന്നു ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ നാനോ സെന്റർ ചുമതല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഗവേഷകയുടെ പരാതികൾ പരിശോധിക്കാനും ഗവേഷണ പുരോഗതി വിലയിരുത്താനും പ്രത്യേക സമിതികളെ നിയോഗിച്ചു. എന്നാൽ നിരാഹാര സമരം തുടരുമെന്നാണ് ഗവേഷകയുടെ പ്രതികരണം. നന്ദകുമാർ കളരിക്കൽ അധ്യാപകനായി പോലും സർവകലാശാലയിൽ ഉണ്ടാകാൻ പാടില്ലെന്നും വൈസ് ചാൻസലർ സാബു തോമസിനെ മാറ്റണമെന്നും പുതിയ ആവശ്യം. ഇതില് നന്ദകുമാറിനെതിരെ നന്ദകുമാറിനെ സംബന്ധിച്ച് യാതൊരുവിധ പരാമർശവും ഈ നൽകിയിരിക്കുന്ന കുറിപ്പിലില്ല. നന്ദകുമാർ ആ സ്ഥാപനത്തിൽ തന്നെ തുടരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് ഡയറക്ടർഷിപ്പ് നേരെ വൈസ് ചാൻസലർ ഏറ്റെടുക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആ സെൻറ്ററിൽ തന്നെ ഉണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം IIUCNL നിന്ന് നന്ദകുമാർ കളരിക്കലിനെ പുറത്താക്കുക എന്നുള്ളതാണ്. അത് ഇതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് അധ്യാപകനെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പ്രതിപക്ഷം വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. കോട്ടയത്തെത്തിയ ഗവർണറെ നേരിട്ട് കണ്ട് വൈസ് ചാൻസലർ സാബു തോമസ് വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. 24 കോട്ടയം. ഇനി നമ്മൾ പോകുന്നത് സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്കാണ്. അല്പസമയം മുൻപ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കോവിഡ് സാഹചര്യം വ്യക്തമാക്കുന്നു. പുതുതായി സംസ്ഥാനത്ത് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് 6546 പേർക്കാണ്. പുതുതായി 50 മരണം കൂടി കോവിഡ് മൂലമെന്ന് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം കാണുക. അതിൽ കുറവ് വന്നിട്ടുണ്ട്. 66,486 സാമ്പിളുകൾ മാത്രമാണ് പരിശോധിച്ചിരിക്കുന്നതെന്നാണ് വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നത്തെ കണക്കുകൾ പ്രകാരം 9.84 രോഗമുക്തി നോക്കുക. 6934 പേർ പുതുതായി രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം കൂടി പരിശോധിച്ചാൽ അത് 72,876 വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ സംബന്ധിച്ച് അലക്സ്, കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഉന്മേഷ, ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ കോവിഡ് കണക്ക്, സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് ബാധിതരെക്കാൾ കൂടുതൽ രോഗമുക്തരുണ്ടായ ദിവസം കൂടിയാണിന്ന്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6546 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നടത്തിയ സാമ്പിൾ പരിശോധനകളുടെ എണ്ണം 66,486 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.84%. കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ TPR 10% താഴേക്ക് വരുന്നതെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എറണാകുളത്താണ് ഇന്ന് രോഗബാധിതർ കൂടുതൽ. എറണാകുളത്ത് 1037 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിതരായിട്ടുണ്ട്. 50 മരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളുടെ 50 മരണങ്ങൾ കൂടി സർക്കാർ കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനു പുറമെ അപ്പീലിലൂടെ 231 മരണങ്ങളും മതിയായ രേഖകളില്ലാത്തത് കാരണം നേരത്തെ സ്ഥിരീകരിക്കാതിരുന്ന 186 മരണങ്ങൾ കൂടി കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 33,515 ആയി.
ഇന്നത്തെ രോഗബാധിതരിൽ 16 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 41 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തെമ്പാടുമായി കോവിഡ് ബാധ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6934 പേർ രോഗമുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. അലക്സ് മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ജയിൽ മോചിതയായി. 1 വർഷത്തിനും 3 മാസത്തിനും ശേഷമാണ് സ്വപ്ന സുരേഷ് ജയിൽ മോചിതയായത്. എല്ലാ കാര്യങ്ങളോടും പിന്നീട് പ്രതികരിക്കാം എന്ന് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം സ്വപ്ന സുരേഷ് പ്രതികരിച്ചു. കേന്ദ്ര ഏജൻസികളുടെ എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചാണ് സ്വപ്ന സുരേഷ് പുറത്തിറങ്ങിയത്. NIA കേസിൽ ചൊവ്വാഴ്ച ജാമ്യം ലഭിച്ചെങ്കിലും നടപടികൾ പൂർത്തിയാകാത്തതിനാലാണ് സ്വപ്ന സുരേഷിന്റെ ജയിൽ മോചനം വൈകിയത്. രാവിലെ 11:30 ജാമ്യ നടപടികൾ പൂർത്തിയാക്കി. അമ്മ പ്രഭ സുരേഷാണ് സ്വപ്നയെ കൂട്ടിക്കൊണ്ടുപോകാനായി അട്ടകുളങ്ങര വനിതാ ജയിലിലെത്തിയത്. 1 വർഷത്തിലധികം നീണ്ട ജയിൽവാസത്തിനു ശേഷം സ്വപ്ന പുറത്തേക്ക്. മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും എല്ലാം പിന്നീട് പറയാമെന്ന സ്വപ്ന. കാറിൽ കയറി നേരെ ബാലരാമപുരത്തുള്ള കുടുംബ വീട്ടിലേക്ക്. അവിടെ എത്തിയിട്ടും മാധ്യമങ്ങളോട് സംസാരിക്കാൻ സ്വപ്ന തയ്യാറായില്ല. സ്വപ്നയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും സാവകാശം തരണമെന്നും സ്വപ്നയുടെ അമ്മ വിശദീകരിച്ചു. ഇപ്പം എൻ്റെ മകൾക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് കുറച്ച് സാവകാശം തരണം, എല്ലാവരുടെ അടുത്തും സംസാരിക്കാം. ഇപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് പോകണം, നമ്മളെ വിളിച്ചോളാം. അഭിഭാഷകരോട് കൂടി ആലോചിച്ച വിശദമായ നിയമോപദേശത്തിന് ശേഷമായിരിക്കും സ്വപ്ന മാധ്യമങ്ങളെ കാണുന്നത്. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് തുടങ്ങിയ കേസുകളിലാണ് സ്വപ്ന പ്രതിയായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ എല്ലാ കേസുകളിലും ജാമ്യം ലഭിക്കുകയും കൊഫെപ്പോസ ഹൈക്കോടതി റദ്ദ് ചെയ്തതിനെയും തുടർന്നാണ് സ്വപ്ന ജയിൽ മോചിതയായത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് വഴിവെച്ചത്. അതിനാൽ തന്നെ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ബാലരാമപുരത്തെ ഈ വീട്ടിൽ തുടരുന്ന സ്വപ്നയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് അമ്മ വ്യക്തമാക്കിയത്. സ്വപ്ന പറയുന്നതെല്ലാം രാഷ്ട്രീയ വിവാദമാകും. കാണാമറയത്തെ കഥകളാണ് കേരളം കാത്തിരിക്കുന്നത്. ക്യാമറാമാൻ സച്ചിനും സിറിലിനുമൊപ്പം ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഇന്ധനവിലയിലെ നികുതി ഇളവിൽ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തമ്മിലുള്ള പോര് ശക്തമാകുന്നു. നികുതി ഇളവുകൾ നൽകാത്ത സംസ്ഥാനങ്ങളുടെ നടപടി ഉചിതമല്ല എന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ പ്രതികരണം. കേരളത്തിന് പിന്നാലെ മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളും കൂടുതൽ നികുതി ഇളവ് നൽകാൻ സാധിക്കില്ല എന്ന നിലപാട് ആവർത്തിച്ചു. എക്സൈസ് തീരുവയിൽ മുൻപതിവുകളില്ലാത്ത ഇളവുകളാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത്. ഡീസലിന് 10ഉം പെട്രോളിന് 5ഉം രൂപ തീരുവയിൽ ഇളവ് നൽകി. കേന്ദ്ര സർക്കാർ നടപടിയുടെ ചുവട് പിടിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചു. ശരാശരി കേന്ദ്രം പ്രഖ്യാപിച്ച അതേ തോതിലുള്ള ഇളവുകളാണ് എല്ലാ സംസ്ഥാനങ്ങളും നൽകിയത്. ഇതോടെ ഇന്ധനവില ഇവിടങ്ങളിൽ 15 രൂപയോളം കുറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കി കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും അടക്കം 22 സർക്കാരുകൾ കേന്ദ്ര തീരുമാനത്തിന് തുടർച്ചയായി നികുതി കുറച്ചതായി പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേരളം, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കാത്തത് ഉചിതമല്ലെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ കുറ്റപ്പെടുത്തൽ. നികുതി കുറച്ച് സംസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് ഇന്ധന വില വർധനവിൽ നിന്ന് ആശ്വാസം എത്രയും വേഗം ലഭ്യമാക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാർ സമ്മർദ്ദം എന്നാൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിമർശിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. തമിഴ്നാട്, പശ്ചിമബംഗാൾ, പഞ്ചാബ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ കേന്ദ്ര നടപടിയുടെ ചുവടുപിടിച്ച് കൂടുതൽ ഇളവ് നൽകില്ലെന്ന് വ്യക്തമാക്കി. ഇതോടെ ഇന്ധനത്തെ GST പരിധിയിൽ കൊണ്ടുവരുന്ന വിഷയം വീണ്ടും സജീവമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിഷയത്തിൽ കോടതികളിൽ നിലനിൽക്കുന്ന വ്യവഹാരങ്ങളുടെ തുടർച്ചയെന്ന രീതിയിലാകും ഇടപെടൽ. പ്രത്യേക GST കൗൺസിൽ ഉടൻ വിളിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കാത്തതിന് എതിരെ കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക്. തിങ്കളാഴ്ച ജില്ലാ ആസ്ഥാനങ്ങളിൽ ചക്രസ്തംഭന സമരം നടത്തും. സമരത്തിനിടെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകില്ലെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ വ്യക്തമാക്കി. ഇന്ധനത്തിൽ അധിക നികുതി വരുമാനം വേണ്ടെന്ന് വെക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും K. സുധാകരൻ ആവശ്യപ്പെട്ടു. അത് പെട്രോളിനും ഡീസലിനും അധിക നികുതി വരുമാനം പോലും വേണ്ടെന്ന് വെക്കാൻ ഭരണകൂടം തയ്യാറാവണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യം. അതിൽ നിന്ന് പിറകോട്ട് പോകാൻ ഈ സർക്കാരിനെ ഞങ്ങൾ അനുവദിക്കില്ല.
ഇന്ധന നികുതിയിൽ കേന്ദ്ര സർക്കാർ നേരിയ ഇളവ് വരുത്തിയെങ്കിലും നയാ പൈസയുടെ ഇളവ് നൽകാത്ത പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം 8-ാം തീയതി DCCകളുടെ നേതൃത്വത്തിൽ നവംബർ 8-ന് ചക്രസ്തംഭന സമരം കേരളത്തിലുടനീളം നടത്തും. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് KSRTCയിലെ ഒരു വിഭാഗം യൂണിയനുകളുടെ പണിമുടക്കിൽ ഇന്നും ജനം വലഞ്ഞു. 2 അംഗീകൃത യൂണിയനുകൾ പണിമുടക്കിൽ നിന്നും പിന്മാറിയെങ്കിലും രാവിലെ ജീവനക്കാർ എത്താതിരുന്നതിനാൽ സർവീസുകൾ മുടങ്ങുകയായിരുന്നു. വിവിധ ഡിപ്പോകളിൽ നിന്ന് ചുരുക്കം ചില സർവീസുകൾ മാത്രമാണ് നടത്താൻ കഴിഞ്ഞത്. ഇന്ന് സർവീസ് ഉണ്ടാകുമെന്ന അധികൃതരുടെ വാക്ക് വിശ്വസിച്ചെത്തിയ നിരവധി യാത്രക്കാർ വഴിയിൽ കുടുങ്ങി. കോൺഗ്രസ് അനുകൂല സംഘടനയായ TDFും AITUCയും ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഇന്ന് പണിമുടക്കുന്നത്. 2 അംഗീകൃത യൂണിയനുകൾ പണിമുടക്കിൽ നിന്നും പിന്മാറിയതിനാൽ പകുതിയിൽ കൂടുതൽ സർവീസ് ഇന്ന് നടത്താനാകുമെന്നായിരുന്നു മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. എന്നാൽ ജീവനക്കാർ രാവിലെ എത്താതിരുന്നതോടെ യാത്രക്കാർ ദുരിതത്തിലായി. തിരുവനന്തപുരത്ത് നിന്ന് 2 ദീർഘദൂര സർവീസാണ് രാവിലെ നടന്നത്. ജില്ലയിൽ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ 99 സർവീസുകൾ നടത്തി. മധ്യ കേരളത്തിൽ ഭൂരിഭാഗം ബസ് സർവീസുകളും മുടങ്ങി. എറണാകുളം ജില്ലയിൽ ഇന്ന് പിറവത്ത് നിന്നും എറണാകുളം ഹൈക്കോടതി റൂട്ടിൽ നടത്തിയ ഒരു സർവീസ് ഒഴിച്ചാൽ മറ്റ് സർവീസുകൾ എല്ലാം മുടങ്ങി. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ചില സർവീസുകൾ നടന്നു. കോഴിക്കോട് ജില്ലയിലെ 5 ഡിപ്പോകളിൽ നിന്നായി 10 ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. പണിമുടക്ക് ഇന്നും യാത്രക്കാരെ വലച്ചു. ഞങ്ങൾ മെനഞ്ഞാന്ന് 4-ാം തീയതി വന്നതാ. 5-ാം തീയതി സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. റൂമെടുത്ത് ഇനി ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റൂ വണ്ടി. അല്ലാതെ പ്രൈവറ്റ് വണ്ടി വിളിച്ച് പോകാനും പറ്റത്തില്ലല്ലോ. ബസ് വണ്ടി ഞങ്ങൾക്ക് എങ്ങനെയും ഞങ്ങൾക്ക് വീട്ടിൽ ചെല്ലണം. കൂടുതൽ ജീവനക്കാർ എത്തുന്നതോടെ കൂടുതൽ സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. INTUC നടത്തുന്ന സമരം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കൂടുതൽ ജീവനക്കാർ ജോലിക്ക് എത്തുന്നതായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സർവീസുകളെല്ലാം നോർമലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. 2 അംഗീകൃത സംഘടനകൾ സമരം നിർത്തിയിട്ട് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യമുള്ള INTUCയുടെ ആഭിമുഖ്യമുള്ള ഒരു സംഘടന വീണ്ടും സമരം തുടർന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? യാത്രക്കാർ വരുന്നതനുസരിച്ച് ബസ്സുകൾ ക്രമീകരിച്ചാണ് സർവീസ് നടത്തുന്നത്. യാത്രക്കാർ കുറവുള്ള റൂട്ടുകളിൽ നിന്നും ബസ്സുകൾ പിൻവലിക്കുകയും കൂടുതൽ യാത്രക്കാരുള്ളിടത്തേക്ക് സർവീസ് നടത്തുകയുമായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മഹാരാഷ്ട്രയിൽ കോവിഡ് ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 11 പേർ മരിച്ചു. അഹമ്മദ്നഗർ സിവിൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. രാവിലെ 11 മണിയോടെയാണ് അഹമ്മദ്നഗർ സിവിൽ ആശുപത്രിയിലെ ICUവിൽ തീപിടുത്തമുണ്ടായത്. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ICUവിൽ നിന്ന് മറ്റു വാർഡുകളിലേക്കും തീ പടർന്നു. സംഭവ സമയത്ത് 25 രോഗികൾ ICUവിലുണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ICUവിൽ നിന്നും രോഗികളെ സമീപത്തുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അപകടത്തിൽ 10 രോഗികൾക്ക് പൊള്ളലേറ്റതായാണ് റിപ്പോർട്ട്. അഗ്നിബാധയുടെ കാരണം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പ്രധാനമന്ത്രി അനുശോചിച്ചു. അഗ്നിബാധയെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ആശുപത്രികളിലും ഫയർ ഓഡിറ്റ് നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി നവാബ് മാലിക് അറിയിച്ചു. 24 ഡൽഹി. നടൻ ജോജു ജോർജിന്റെ കാർ തല്ലിത്തകർത്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷെരീഫിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒത്തുതീർപ്പിനെത്തിയ ജോജു കേസിൽ കക്ഷി ചേർന്നത് CPIM ഇടപെടലിനെ തുടർന്നാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഒത്തുതീർപ്പിലേക്കെത്തിയ ജോജു കോൺഗ്രസ് തർക്കം വീണ്ടും മുറുകുകയാണ്. കേസിൽ ജോജു കക്ഷി ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ചതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. ഇനി ഒത്തുതീർപ്പിലേക്കില്ലെന്ന സൂചനയും കോൺഗ്രസ് നൽകുന്നു. ജോജുവിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന മഹിളാ കോൺഗ്രസ് പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ജോജുവുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ചത് CPM ആണെന്നും ആരോപണമുണ്ട്. പക്ഷേ അതിൽ സാന്ദർഭികമായി CPMന്റെ ഉന്നത നേതൃത്വം എന്ന് പറഞ്ഞ് ഞാൻ പേര് പറഞ്ഞ് ശരിയല്ല, മന്ത്രിമാരടക്കം ആ വിഷയത്തിൽ ഇടപെട്ടു. പാടില്ലെന്ന് പറഞ്ഞു, നിങ്ങൾ തീർക്കണ്ടെന്ന് പറഞ്ഞു, ഉണ്ണികൃഷ്ണനുമായി നിങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഈ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഒരു വിഷയം ഇപ്പോൾ അദ്ദേഹം വാക്കുപാലിക്കാതെ വാക്കിൽ നിന്ന് മാറിയത്. അതേസമയം ജോജുവിന്റെ വാഹനം തകർത്ത കേസിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൂടി പിടിയിലായി. ഇതോടെ ഈ കേസിൽ 2 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രതിപട്ടികയിലുള്ള മുൻ കൊച്ചി മേയർ ടോണി ചെമ്മണി ഉൾപ്പെടെ 5 പേരെ കൂടി ഇനിയും പിടികൂടാനുണ്ട്. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.
24 വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. കോഴിക്കോട് KSRTC ടെർമിനലിന്റെ നടത്തിപ്പ് കരാറെടുത്ത അലിഫ് ബിൽഡേഴ്സിനെതിരെ പോലീസ് കേസെടുത്തു. 5,67,00,000 രൂപ തട്ടിയെടുത്തെന്ന് കാട്ടി പ്രവാസിയായ മുഹമ്മദ് യൂനസ് നൽകിയ പരാതിയിലാണ് നടക്കാവ് പോലീസ് കേസെടുത്തത്. പണം KSRTC ടെർമിനലിലെ ബിസിനസിനായി ഉപയോഗിച്ചതായും ആരോപണമുണ്ട്. അലിഫ് ബിൽഡേഴ്സ് MD മൊയ്തീൻ കോയ, നിയാസ് എന്നിവർക്കെതിരെയാണ് നടക്കാവ് പോലീസ് കേസെടുത്തത്. സൗദി അറേബ്യയിൽ ക്വാറി ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ പണം തട്ടിയെന്ന പരാതിയിലാണ് കേസ്. 2016 പല തവണയായി 5,67,00,000 രൂപ കൈപ്പറ്റിയത്. എന്നാൽ ബിസിനസ് തുടങ്ങാതെ വഞ്ചിച്ചു എന്നാണ് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് യൂനിസിന്റെ പരാതി. വ്യാജരേഖ കാട്ടിയാണ് പണം വാങ്ങിയതെന്നും പരാതിയിലുണ്ട്. നൽകിയ പണം KSRTC ബസ് ടെർമിനൽ നടത്തിപ്പിന് വേണ്ടി വകമാറ്റി ചെലവഴിച്ചെന്നും ബന്ധുക്കളുടെ പേരിൽ വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചെന്നും ആരോപണമുണ്ട്. 17 കോടി രൂപ നിക്ഷേപവും 43 ലക്ഷം രൂപ വാടകയും നിശ്ചയിച്ചാണ് KSRTC ടെർമിനലിന്റെ നടത്തിപ്പ് KTDFC അലിഫ് ബിൽഡേഴ്സിനെ ഏൽപ്പിച്ചത്. 24 കോഴിക്കോട്. തിയേറ്റർ റിലീസുകളെ പിന്തുണച്ച് നടൻ ദുൽഖർ സൽമാൻ വലിയ സിനിമകൾ തിയേറ്ററുകളിൽ തന്നെ കാണണമെന്ന് ദുൽഖർ സൽമാൻ പറഞ്ഞു. OTT പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി വേറെ തരം സിനിമകൾ ഉണ്ടാകും. നിലവിലെ സാഹചര്യത്തിലെ വെല്ലുവിളി ഏറ്റെടുത്താണ് കുറുപ്പ് സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നതെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് ഡയറക്റ്റ് OTT കൊടുത്താലോ തിയേറ്റേഴ്സിൽ മാത്രം റിലീസ് ചെയ്താലോ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്താലും എല്ലാവർക്കും റിസ്ക്. ഇറ്റ് ഡെഫിനറ്റ്ലി ആ റിസ്ക് ഉണ്ട്. നമ്മളെല്ലാവരും റിസ്ക് എടുത്തേ പറ്റും. എല്ലാവർക്കും മിക്ക നഷ്ടങ്ങളുണ്ട്. എന്നാലും ഐഡിയലി തിയേറ്ററിലാണ് നമ്മളെല്ലാവരെയും ആഗ്രഹം. അങ്ങനെ മുമ്പോട്ട് ഞങ്ങൾ തീരുമാനം. പക്ഷേ അവരുടെ തീരുമാനങ്ങൾക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാകും. എല്ലാവരും അവരുടെ ബെസ്റ്റ് ഓപ്ഷൻസ് എടുക്കുകയുള്ളൂ. നമുക്കിത് പറയാൻ ചർച്ച ചെയ്യുന്ന സുഖമാണ്. ഇതിനുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എഫേർട്ടും ഇതിന്റെ കോസ്റ്റും എക്സ്പെൻസൊക്കെ ഓരോ പഠനങ്ങളുടെ ടീംസ് മാത്രമേ അറിയാവൂ. കൊല്ലം കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് വയോധിക തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. കൊല്ലപ്പെട്ട വയോധികയുടെ മരുമകൾ രാധാമണി അറസ്റ്റിലായി. ഒക്ടോബർ 29 കുലശേഖരപുരം സ്വദേശി നളിനാക്ഷി തീപ്പൊള്ളലേറ്റ് മരിച്ചത്. മാനസികോഭ്രാന്തിയുള്ള 86-കാരി നളിനാക്ഷി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണം കൊലപാതകമെന്ന സംശയത്തിനിടയാക്കി. ശരീരത്തിലേറ്റ പൊള്ളലിനൊപ്പം തലയ്ക്ക് പുറകിൽ ആഴത്തിലുണ്ടായ മുറിവും മരണകാരണമായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരുമകൾ രാധാമണി പോലീസ് പിടിയിലായത്. മരുമകളായ രാധാമണി നളിനാക്ഷിയെ തലക്കടിച്ച് ബോധരഹിതയാക്കിയ ശേഷം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അല്പം മാനസിക ഭ്രാന്തി പ്രകടിപ്പിക്കുന്ന നളിനാക്ഷി ഇവരുമായിട്ട് സ്ഥിരം വഴക്കിടുകയായിരുന്നു. ചില അയൽവാസികൾ മരണത്തിൽ തീരെ സംശയം പ്രകടിപ്പിച്ചില്ല. ബന്ധുക്കളാരും തന്നെ ആദ്യം സംശയം പ്രകടിപ്പിച്ചില്ലായിരുന്നു. എന്നാൽ ചില രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. കൊല്ലപ്പെട്ട നളിനാക്ഷിയും പ്രതിയായ രാധാമണിയും ഒന്നിച്ചായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. മാനസികോഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്ന നളിനാക്ഷിയുമായി സ്ഥിരം വഴക്ക് നടക്കാറുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിന് കാരണം. 24 കൊല്ലം. ചെറിയൻകീഴ് ദുരഭിമാന മർദ്ദനക്കേസിലെ പ്രതി ഡാനിഷിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സഹോദരി ഭർത്താവ് മിഥുനെ ഡാനിഷ് മർദ്ദിച്ച ചെറിയൻകീഴ് ബീച്ച് റോഡിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇന്നലെയാണ് ഊട്ടിയിലെ ഒരു റിസോർട്ടിൽ നിന്ന് ഡാനിഷിനെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ മർദ്ദിച്ചതാണെന്നും മിഥുനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഡാനിഷ് പോലീസിന് മൊഴി നൽകി. ദളിത് പീഡന വിരുദ്ധ നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ന്യൂനമർദ്ദം അടുത്ത് 24 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറി ഇന്ത്യൻ തീരത്ത് നകന്നു പോകാൻ സാധ്യത. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്രാപ്രദേശ് തീരത്ത് ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും സമീപത്തുള്ള സുമാത്ര തീരത്തുമായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. നവംബർ 9 ഇത് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. തുടർന്ന് കൂടുതൽ ശക്തി പ്രാപിച്ച് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തമിഴ്നാടിന്റെ വടക്കൻ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമുണ്ട്. കേരളത്തിൽ അടുത്ത 4 ദിവസം വരെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യത. ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ നൽകിയിരുന്ന മഴ മുന്നറിയിപ്പുകൾ പിൻവലിച്ചു. തിങ്കളാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കപ്പെടുന്നതിനാൽ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ജലനിരപ്പ് കുറഞ്ഞതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 8 സ്പിൽവേ ഷട്ടറുകളും അടച്ചു. വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്കും കുറവാണ്. നിലവിൽ 138.5 അടിയാണ് ഡാമിലെ ജലനിരപ്പ്.
കഴിഞ്ഞ ബുധനാഴ്ചയാണ് മുല്ലപ്പെരിയാറിന്റെ 8 സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് 4000-ഓളം ഖനയടി വെള്ളം പുറത്തേക്കൊടുക്കാൻ തുടങ്ങിയത്. ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ഡാമിലെ ജലനിരപ്പ് 138.95 അടിയിലെത്തിയിരുന്നു. ഇതോടെയാണ് ആദ്യഘട്ടത്തിൽ നിന്ന് കൂടുതൽ ഷട്ടറുകൾ തുറക്കാൻ തമിഴ്നാട് തീരുമാനിച്ചത്. എന്നാൽ നിലവിൽ വൃഷ്ടിപ്രദേശത്ത് മഴ മാറി നിന്നതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയും ജലനിരപ്പ് താഴുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് 8 ഷട്ടറുകളും തമിഴ്നാട് അടച്ചത്. അതേസമയം തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 2305 കനയടിയായി തുടരുന്നു. മുല്ലപ്പെരിയാർ സന്ദർശനത്തിനായി തമിഴ്നാട് ജലസേചന വകുപ്പ് മന്ത്രി ദുരൈമുരുകന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്നലെ എത്തിയിരുന്നു. മന്ത്രിതല സംഘം സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയതിന് തൊട്ടുപിന്നാലെ 2 ഷട്ടറുകൾ അടച്ചു. രാത്രിയോടെ 3 ഷട്ടറുകളും ഇന്ന് രാവിലെ 2ഉം 11 മണിയോടെ അവസാനത്തെ ഷട്ടറും അടച്ചു. ജലനിരപ്പ് 142 അടി എത്തുന്നതിന് മുന്നേ ഷട്ടറുകൾ തുറന്നതിൽ തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ റൂൾ കർവ് പാലിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നതെന്ന് മന്ത്രി ദുരൈമുരുകൻ ഇന്നലെ പറഞ്ഞിരുന്നു. നിലവിലെ റൂൾ കർവ് പ്രകാരം ഡാമിൽ സംഭരിക്കാൻ കഴിയുന്ന പരമാവധി വെള്ളത്തിന്റെ അളവ് 139.5 അടിയാണ്. 24 ഇടുക്കി. മൂന്നാഴ്ചക്കിടെ രണ്ടാം തവണ ഉരുൾപൊട്ടലുണ്ടായ കോട്ടയം ഇളങ്കാട് മ്ലാക്കര മേഖല അതീവ ജാഗ്രതയിൽ. ഇന്നലെയുണ്ടായ ഉരുൾപൊട്ടലിൽ റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയിരുന്നു. മേഖലയിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാണെന്നും സർക്കാർ പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂട്ടിക്കൽ സന്ദർശനം മാറ്റിവെച്ചു. രണ്ട് മണിക്കൂറിലധികം തുടർച്ചയായി പെയ്ത ശക്തമായ മഴ ഇന്നലെയും നാശം വിതച്ചു. മ്ലാക്കര ഇളങ്കാട് മേഖലകളിൽ റോഡുകൾ തകർന്നു. കഴിഞ്ഞ ഉരുൾപൊട്ടലിന് ശേഷം നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക പാലങ്ങൾ വീണ്ടും ഒലിച്ചുപോയി. നീരൊഴുക്കിൽ ഭൂമി കുത്തിയൊലിച്ച് അപകടാവസ്ഥയിൽ ആയത് നൂറുകണക്കിന് വീടുകൾ. ഇന്നലെ മലവെള്ളപ്പാച്ചിലിൽ ആളപായം ഒഴിഞ്ഞത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം. സർവ്വതും ഉപേക്ഷിച്ച പലായനം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും സർക്കാർ എന്തെങ്കിലും ആനുകൂല്യം ചെയ്ത് അവർക്ക് മാറി പോകണമെന്നാണ് എല്ലാവരുടെയും തീരുമാനം. ഈ ഏരിയയിൽ താമസിക്കാൻ കൊള്ളിയല്ല. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും ഉടൻ വീടുകളിലേക്ക് മടങ്ങിയെത്താൻ ഇവർക്ക് ധൈര്യമില്ല. നേരത്തെ നിശ്ചയിച്ചിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂട്ടിക്കൽ ദുരന്തമേഖലാ സന്ദർശനം ഇന്നലത്തെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചു. കഴിഞ്ഞ മാസം 16-ാം തീയതിയുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. വീണ്ടും ഉരുൾപൊട്ടിയതോടെ ഇളംകാട്, കൂട്ടിക്കൽ, മ്ലാക്കര മേഖലകൾ അതീവ ജാഗ്രതയിലാണ്. ക്യാമറമാൻ മനീഷ് VS-നൊപ്പം CG ദിൽജിത്ത്, 24. മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രിയും NCP നേതാവുമായ അനിൽ ദേശ്മുഖിനെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. PMLA കോടതിയുടേതാണ് നടപടി. 9 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്ന EDയുടെ ആവശ്യം കോടതി നിരസിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നവംബർ 1-നാണ് അനിൽ ദേശ്മുഖ് അറസ്റ്റിലായത്. ആഭ്യന്തരമന്ത്രിയായിരിക്കെ പോലീസുകാരെ ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയെന്ന കേസിൽ അനിൽ ദേശ്മുഖിനെതിരെ തെളിവുകൾ പുറത്തുവന്നിരുന്നു. ബാർ ഉടമകളിൽ നിന്ന് വാങ്ങിയ 4 കോടി ഷെൽ കമ്പനികളിലൂടെ അനിൽ ദേശ്മുഖിന്റെ പേരിലുള്ള ട്രസ്റ്റിലേക്ക് മാറ്റി എന്നതിനുള്ള തെളിവുകളാണ് പ്രചരിച്ചത്. പോലീസിനെ ഉപയോഗിച്ച് ഡാൻസ് ബാറുകളിൽ നിന്ന് മാസം തോറും 100 കോടി രൂപ പിരിക്കാൻ അനിൽ ദേശ്മുഖ് ശ്രമിച്ചെന്ന മുംബൈ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗിന്റെ വെളിപ്പെടുത്തലോടെയാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം നഷ്ടമായത്. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്ത പുതിയ സംഘം മുംബൈയിലെത്തി. ഡൽഹി NCBയിലെ സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. സോണൽ മേധാവി സമീർ വാങ്കഡയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതല ഏൽപ്പിച്ചത്. കോഴ ആരോപണത്തിൽ NCB വിജിലൻസ് സംഘത്തിന്റെ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലാണ് സമീർ വാങ്കഡയെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയത്. എന്നാൽ ആരെയും ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നും വിശദമായ അന്വേഷണത്തിനാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതെന്നും NCB വിശദീകരിക്കുന്നു. ദീപാവലി കഴിഞ്ഞിട്ടും ഡൽഹിയിലെ വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നു തുടർന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ മോശമാകും. അന്തരീക്ഷ ഗുണനിലവാര സൂചിക 500-ന് മുകളിൽ തന്നെ തുടരുകയാണ്. ഒരു ഗ്യാസ് ചേംബറിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസമായി ഡൽഹിയിലെ ജനങ്ങൾ ആ വിധത്തിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്തതാണ് അവസ്ഥ. അന്തരീക്ഷ മലിനീകരണം ഡൽഹിയെ ഒരു ഗ്യാസ് ചേംബറാക്കി മാറ്റിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ വർഷമാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിനേക്കാൾ രൂക്ഷമായി ഈ വർഷം രാജ്യതലസ്ഥാനത്തെ സാഹചര്യം മാറിയിരിക്കുന്നു. And it is difficult for runners. Being a runner, I find it difficult to breathe and I'm even finding it difficult to speak as well.
പുകമഞ്ഞ് രാപകൽ വ്യത്യാസമില്ലാതെ ഏതാനും ദിവസങ്ങളായി ഡൽഹിയിൽ തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക 500-ന് മുകളിലായി അതിഗുരുതരാവസ്ഥയിൽ നിലനിൽക്കുന്നു. തദ്ദേശവാസികൾക്ക് പുറമെ അവധിക്കാലം ആസ്വദിക്കാൻ രാജ്യതലസ്ഥാനത്തെത്തിയവരും തികഞ്ഞ ഭീതിയിലാണിപ്പോൾ. തണുപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു അത് അങ്ങനെ ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും ഇവിടെ എന്നാണ്. ഇപ്പോൾ ഒരു 4-5 കൊല്ലമായിട്ട് സ്റ്റബിൾ ബേണിങ്ങും, ഞാൻ പഞ്ചാബിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് സ്റ്റബിൾ ബേണിങ്ങും ഭയങ്കര അധികമാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിലപാടനുസരിച്ച് 36% മലിനീകരണവും അയൽ സംസ്ഥാനങ്ങളിൽ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് കൊണ്ടാണ് ഉണ്ടായത്. പുകമഞ്ഞുയർത്തുന്ന ഭീഷണി കോവിഡ് അടക്കമുള്ള ശ്വാസകോശ രോഗങ്ങളുടെ വ്യാപന കാരണമാകും അടുത്ത ദിവസങ്ങളിലെന്ന് എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ മുന്നറിയിപ്പ് നൽകുന്നു. യാത്രകൾ ഒഴിവാക്കി ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്നാണ് ഡൽഹി സർക്കാരിന്റെ നിർദ്ദേശം. ജീവിക്കാൻ യോഗ്യമല്ലാത്ത നഗരമായി മാറുകയാണോ രാജ്യ തലസ്ഥാനം? ഡൽഹിയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. അടുത്ത 1-2 മാസങ്ങൾ കൂടി ഇതാകും അവസ്ഥയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകുന്ന മുന്നറിയിപ്പ്. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24. കൊല്ലം പട്ടാടിയിൽ 100 വയസ്സുകാരിയുടെ മൃതദേഹം പുഴുവരിച്ച നിലയിൽ കണ്ടെത്തി. 6 മക്കളുള്ള വയോധികയുടെ മൃതദേഹമാണ് 5 ദിവസത്തോളം പഴക്കം ചെന്ന നിലയിൽ കണ്ടെത്തിയത്. പട്ടായി കന്നിമേൽ സ്വദേശിനി ജാനകി അമ്മയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാനസിക പ്രശ്നങ്ങളുള്ള ഇളയ മകൻ സുരേന്ദ്രനൊപ്പമായിരുന്നു ജാനകി അമ്മയുടെ താമസം. ഇയാൾ തന്നെയാണ് അമ്മയെ പുഴുവരിച്ച നിലയിൽ കണ്ട കാര്യം അയൽവാസികളോട് പറഞ്ഞത്. 100 വയസ്സുകാരിയായ ജാനകി അമ്മയുടെ മൃതദേഹം 5 ദിവസത്തോളം പഴക്കം ചെന്ന നിലയിലായിരുന്നു. 6 മക്കളുള്ള ജാനകി അമ്മയുടെ 3 മക്കൾ നേരത്തെ മരിച്ചു. നാളുകളായി മറ്റു മക്കളോ ബന്ധുക്കളോ അമ്മയെ തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. മക്കൾ താമസിക്കുന്നത് ഇവരുടെ വീടിന് സമീപത്താണ്. മരണത്തിൽ കുന്നിക്കോട് പോലീസ് കേസെടുത്തു. മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. 24 കൊല്ലം. കൊല്ലം കടക്കലിൽ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഹോട്ടൽ ജീവനക്കാരനായ വിഷ്ണുവിനെയാണ് കെട്ടിടത്തിന്റെ ടെറസിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രിയിലാണ് പരവൂർ സ്വദേശിയായ വിഷ്ണു മരിച്ചത്. 2 ദിവസം മുൻപ് ജോലിക്ക് കയറിയ ഹോട്ടലിന്റെ മുകൾ നിലയിലെ താമസ സ്ഥലത്ത് നിന്ന് വീണ് മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ രാത്രി വിഷ്ണുവിന്റെ പരവൂരിലുള്ള അമ്മയെ വിളിച്ച് മകന് അപകടം പറ്റിയെന്നറിയിച്ചു. തൊട്ടു പിന്നാലെ വിഷ്ണു മരിച്ചതായും അറിയിച്ചു. ബന്ധുക്കൾ കടക്കലിലെത്തിയപ്പോൾ കാലിൽ ഗുരുതര പരിക്കേറ്റ നിലയിലാണ് വിഷ്ണുവിനെ കണ്ടത്. പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു. കാൽവഴുതി വീണപ്പോൾ ഉപേക്ഷിച്ച ടിവിയുടെ പിക്ചർ ട്യൂബ് കാലിൽ കയറി മുറിവേറ്റെന്നാണ് ഒപ്പമുണ്ടായിരുന്നവരുടെ മൊഴി. ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് വിഷ്ണുവിന്റെ ബന്ധുക്കളുടെ പരാതി. അയാളോടൊപ്പം ഉണ്ടായിരുന്ന അവിടുത്തെ ജോലിക്കാർ 2-3 പേര് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെന്നും പിന്നീട് ഇല്ലായിരുന്നെന്നും ഒക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ സംശയം കൂടുതൽ വിലക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൂടുതൽ അന്വേഷണ വിധേയമാക്കണമെന്ന് പറഞ്ഞ് ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവിടെ പെറ്റീഷൻ കൊടുത്തു. 2 കടക്കൽ സ്വദേശികളും ഒരു അതിഥി തൊഴിലാളിയുമാണ് വിഷ്ണുവിനൊപ്പം മുറിയിലുണ്ടായിരുന്നതെന്നാണ് വിവരം. കടക്കൽ പോലീസ് അന്വേഷണം തുടങ്ങി. 24 കൊല്ലം. സംരംഭകർക്ക് സഹായവുമായി മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്. മലബാറിലെ വ്യവസായികൾക്ക് ദുബായിലും അവിടെ നിന്നുള്ളവർക്ക് മലബാറിലും സംരംഭം തുടങ്ങുന്നതിന് പരസ്പര സഹായമുറപ്പിച്ച് മലബാർ ചേംബറും ദുബായിലെ സംരംഭകരുടെ സംഘടനയായ IPAയുമായി ധാരണയിലെത്തി. ഇരു സംഘടനകളുടെയും അംഗങ്ങൾക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളടക്കം സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KV ഹസീബ് അഹമ്മദ് പറഞ്ഞു. ദുബായിൽ ഡിസംബറിൽ ആഗോളതലത്തിൽ നടക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സുകളുടെ സമ്മേളനത്തിൽ മലബാർ ചേംബറിന് പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചു. തൃശൂർ ആസ്ഥാനമായ മാക്സ് വാല്യുവിന്റെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ദേശീയ തലത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. 71 ശാഖകളുള്ള മാക്സ് വാല്യൂ നോൺ ബാങ്കിംഗ് രംഗത്തെ മുൻനിരക്കാരാണ്. കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ ഇതിനോടകം ബ്രാഞ്ചുകൾ ആരംഭിച്ച സ്ഥാപനം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതിവേഗത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. കമ്പനിയുടെ 5ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് രാജ്യം മുഴുവൻ സേവനം ലഭ്യമാക്കുന്ന സ്ഥാപനമായി ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്ന സ്ഥാപനമാക്കി മാക്സ് വാല്യുവിനെ ഉയർത്താൻ തീരുമാനിച്ചതെന്ന് കമ്പനി ചെയർമാൻ പോൾസൺ ചിറയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേവലം ഒരു ബ്രാഞ്ചിൽ നിന്ന് തുടക്കം കുറിച്ച ഈ മാക്സ് വാല്യൂ എന്ന പ്രസ്ഥാനം ഇന്ന് വളർന്നു വലുതായി ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സുശക്തമായ ഒരു സാന്നിധ്യം ഞങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. കർണാടകയിൽ ഞങ്ങൾ ഏകദേശം 50 ബ്രാഞ്ചുകൾ തുടങ്ങുവാനായിട്ട് പ്ലാനിട്ടിരുന്നത്. അതിൽ 35 ബ്രാഞ്ചുകൾ ഇതിനോടകം പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. കേരളത്തിന്റെ ഭക്ഷണപ്പെരുമ വിദേശത്ത് കൂടുതൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്പാർക്കോ ഗ്രൂപ്പ്. ഇതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുഡ് പാർക്ക് വടകരയിൽ ആരംഭിക്കുകയാണ്. നിരവധി പേർക്ക് തൊഴിലവസരം കൂടി പദ്ധതിയിലൂടെ ഒരുക്കുമെന്ന് സ്പാർക്കോ ഗ്രൂപ്പ് അറിയിച്ചു.
കോവിഡിന് ശേഷം സംസ്ഥാനത്തെ ഭക്ഷ്യോൽപാദന കയറ്റുമതി രംഗത്ത് പുതിയ വലിയ പദ്ധതിക്ക് തയ്യാറെടുക്കുകയാണ് സ്പാർക്കോ ഗ്രൂപ്പ്. വടകരയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുഡ് പാർക്ക് ആരംഭിക്കാൻ പോകുന്നു. കേരളത്തിന്റെ തനതു രുചിക്കൂട്ടുകളെ മായം ചേർക്കാതെ കേരളത്തിനും രാജ്യത്തിനും പുറത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണ് ഈ പ്രവാസി സംരംഭത്തിന്റെ ലക്ഷ്യം. കോവിഡ് തകർത്ത തൊഴിൽ മേഖലയിൽ പുതിയ സാധ്യത തുറക്കുകൂടിയാണ് പദ്ധതിയെന്ന് സ്പാർക്കോ സ്ഥാപകൻ സ്പാർക്കോ ഇബ്രാഹിം പറഞ്ഞു. കോവിഡിന് ശേഷം കേരളത്തിൽ സ്പാർക്കോ ലക്ഷ്യം വെക്കുന്നത് നല്ലൊരു ഇൻവെസ്റ്റാണ്. 1000-1500 ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മായം ചേർക്കാത്ത ഫുഡാണ് ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നത്. 30-35 വർഷമായിട്ട് ഞങ്ങൾക്ക് ഫുഡ് സെക്ടറിൽ ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ശാസ്ത്രീയ സംവിധാനങ്ങളുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുഡ് പാർക്കാണ് വടകരയിൽ ഒരുങ്ങുന്നത്. ഗ്രീൻ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ടാണ് കമ്പനി പ്രവർത്തിക്കുക. സ്പാർക്കോയുടെ ഉറപ്പായ മായം ചേരാത്ത രുചിഭേദങ്ങൾ ഇനി വിദേശ വിപണി കീഴടക്കാൻ ഒരുങ്ങുകയാണ്. 24 കോഴിക്കോട്. ഫ്ലവേഴ്സ് TV അമേരിക്കയിൽ പ്രവർത്തനം ആരംഭിച്ച് 5ാം വർഷത്തിലെത്തുകയാണ്. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ ജീവിത സ്പന്ദനങ്ങൾ ലോക മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്ന അമേരിക്കൻ ഡ്രീംസിന്റെ 250ാം എപ്പിസോഡ് ഇന്ന് സംപ്രേഷണം ചെയ്യും. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ വാർത്തകളും വിശേഷങ്ങളും ഒപ്പിയെടുത്ത് ലോക മലയാളി പ്രേക്ഷകർക്ക് മുമ്പിലെത്തിക്കുന്ന ഫ്ലവേഴ്സ് TV USA അമേരിക്കൻ ഡ്രീംസിന്റെ 250ാമത് എപ്പിസോഡ് നവംബർ 6 ശനിയാഴ്ച രാവിലെ 9:30 സംപ്രേഷണം ചെയ്യും. അമേരിക്കയുടെയും കാനഡയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ വാർത്തകളും ആഘോഷങ്ങളും ലോകമെങ്ങും എത്തിക്കുവാൻ അമേരിക്കൻ ഡ്രീംസിലൂടെ ഫ്ലവേഴ്സ് TV USAക്ക് കഴിഞ്ഞു. വിവിധ മലയാളി അസോസിയേഷനുകളും മറ്റ് സംഘടനകളും വ്യക്തികളും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അമേരിക്കൻ ഡ്രീംസിന്റെ ഇതുവരെയുള്ള പ്രയാണം. ഇക്കാലയളവിനുള്ളിൽ നിരവധി പേർക്ക് താങ്ങും തണലും സാന്ത്വനവും എത്തിക്കുവാനും ഒപ്പം ലോക മലയാളി പ്രേക്ഷകർക്ക് മുമ്പിൽ നോർത്ത് അമേരിക്കൻ കാഴ്ചകളുടെ ദൃശ്യവിരുന്നൊരുക്കുവാനും അമേരിക്കൻ ഡ്രീംസിലൂടെ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഫ്ലവേഴ്സ് USA CEO ബിജു സക്രിയയും ഒപ്പം അമേരിക്കയിൽ നിന്നുള്ള 100ഓളം പേരടങ്ങുന്ന ടീമും. അമേരിക്കൻ ഡ്രീംസിന്റെ 250th എപ്പിസോഡാണ് അത്. അതിന് ആദ്യം തന്നെ എൻ്റെ സന്തോഷവും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് പ്രോഗ്രാമുകളിലെ പുതുമകൾ കൊണ്ട് അമേരിക്കൻ മലയാളികളുടെ പ്രിയപ്പെട്ട ചാനലായി മാറിയ ഫ്ലവേഴ്സ് TV USA കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുന്ന വിവിധ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. പാലക്കാട് കഞ്ചിക്കോട് വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 100 കിലോ കഞ്ചാവുമായി 2 മലപ്പുറം സ്വദേശികൾ പിടിയിലായി. കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാവിലെ എക്സൈസ് സംഘത്തിന്റെ വാഹന പരിശോധന. അമിത വേഗതയിലെത്തിയ കാർ എക്സൈസ് സംഘത്തെ കണ്ട് നിർത്താതെ പാഞ്ഞു. 6 കിലോമീറ്ററോളം എക്സൈസ് സംഘം ഇവരെ പിന്തുടർന്നു. ഇതിനിടെ കാർ ടാങ്കർ ലോറിക്ക് പിറകിലിടിച്ചു. കഞ്ചിക്കോട് നരകംപുള്ളി പാലത്തിന് സമീപം വെച്ച് ഡിവൈഡറിലിടിച്ച കാറിന്റെ ടയർ പൊട്ടി നിന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മലപ്പുറം മഞ്ചേരി സ്വദേശികളായ ഷിഹാബ്, രാജേഷ് എന്നിവരെ എക്സൈസ് സംഘം ഓടിച്ചിട്ട് പിടിച്ചു. കാറിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് 4 ചാക്കുകളിലായി കഞ്ചാവ് കണ്ടെത്തിയത്. ഇത് 100 കിലോയോളം വരും. ആന്ധ്രയിൽ നിന്ന് വ്യാപകമായ തോതിലാണ് അതിർത്തി കടന്ന് കഞ്ചാവ് എത്തുന്നത്. വേലന്താവളം ചെക്ക് പോസ്റ്റ് കടന്ന് വൈസ് പാർക്ക് വഴിയാണ് കാർ കഞ്ചിക്കോട് ഭാഗത്തേക്ക് വന്നത്. ഇന്നലെയാണ് മണ്ണർക്കാട് തച്ചനാട്ടുകരയിൽ നിന്ന് 200 കിലോ കഞ്ചാവും 357 ഗ്രാം ഹാഷിഷും പിടികൂടിയത്. ഈ സാഹചര്യത്തിൽ പരിശോധന കൂടുതൽ ശക്തിപ്പെടുത്താനാണ് എക്സൈസ് തീരുമാനം. 24 പാലക്കാട്.